നമ്മുടെ നാവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മതിൽക്കെട്ടുകൾ പോലെ നമ്മുടെ പല്ലുകളുടെ ഉള്ളിലാണ് അള്ളാഹുത്താൽ അതിനെ സംവിധാനിച്ചത്. അത്ര വലിയ അപകടകാരിയാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, മൈ യളുമലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മന ലഹുൽ ജന്ന. അനാവശ്യങ്ങളിൽ നിന്ന് നാവിനെ നിയന്ത്രിക്കുമെന്ന്, തന്റെ ലൈംഗിക അവയവത്തെ സംരക്ഷിക്കുമെന്ന് ആരാണ് എനിക്ക് ഉറപ്പു നൽകുന്നത്? അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ നാവിന്റെ അപകടങ്ങളെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന, മറ്റുള്ളവരെ അവഹേളിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നവർക്ക് നാശവും നരകവും ഉണ്ട് എന്ന്. നാവ് ഇന്നമൽ ഇൻസാനു ബിൽ ലിസാൻ, തീർച്ചയായും മനുഷ്യൻ വിലയിരുത്തപ്പെടുന്നത് നാവ് കൊണ്ടാണ്. ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ചിന്തയിലൂടെയാണ് അവന്റെ വാക്കുകൾ വരുന്നത്, നാവ് ഉപയോഗിക്കുന്നത്. എന്നാൽ വിഡ്ഢിയായ മനുഷ്യൻ ചിന്തിക്കാതെ പറയുകയും അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുമെന്ന് പൂർവികന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാവുകളെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.